പക്വത കാണിക്കണം, ഓരോ സ്ഥാനങ്ങൾക്കനുസരിച്ച് പക്വത കാണിക്കണം. അമ്മയായാലും അമ്മൂമ്മയായാലും അതിനനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ എന്നല്ലാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാറുണ്ട് കുട്ടികളിലേക്ക്. ഇപ്പൊ നമ്മൾ കുട്ടികളാണ്. ഓക്കെ, റെഡിയാണോ? ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇനി മനസ്സ്, നമുക്ക് ഈശ്വരൻ നമ്മളുടെ സൃഷ്ടാവ് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് നമ്മളുടെ മനസ്സ്. മനസ്സ് ശരീരമാണ്, മനസ്സിലായി? ഇപ്പൊ മനസ്സ് എന്ന് പറയുന്ന ആ സാധനം നമുക്കിപ്പോ ഒരു 10 കോടി സമ്പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ആകുമ്പോൾ മക്കൾക്കൊക്കെ വീതിച്ചു കൊടുക്കണം, വേണ്ടേ? എന്തുണ്ടെങ്കിലും വീതിച്ചു കൊടുക്കണം, എന്തുണ്ടെങ്കിലും വീതിച്ചു കൊടുക്കണം, സമയം വീതിച്ചു കൊടുക്കണം, ഒക്കെ വീതിച്ചു കൊടുക്കണം. പക്ഷേ നമ്മുടെ മനസ്സാർക്കെങ്കിലും വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിൽ മാത്രമായിട്ടുള്ള ഉറപ്പല്ലേ അല്ലേ? പക്ഷേ നമുക്ക് മാത്രമായിട്ടുള്ള മനസ്സ് ശരിക്കും ഇപ്പൊ നമ്മളാണുള്ളത്, നാട്ടുകാരാണുള്ളത്, മറ്റൊരാളുള്ളത്, അങ്ങനെ നമ്മളെ വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയവര്, ഒറ്റപ്പെടുത്തിയവര്, കുറ്റപ്പെടുത്തിയവര്, അങ്ങനെ ആരാണുള്ളത്? എല്ലാവരും പെടുന്നായി. അപ്പൊ നമുക്ക് എത്ര ശതമാനം ഓക്കെ അല്ലേ? നമുക്ക് മാത്രമായിട്ടുള്ള മനസ്സിൽ ഇനി നോക്കാം. നമുക്ക് അസുഖങ്ങൾ വരുന്ന എങ്ങനെയാണുള്ളത് കണ്ടെത്തുന്നത്? നമുക്ക് മാത്രമായിട്ടുള്ള മനസ്സ്. ഓക്കെ, അതില് നമ്മളാണ്, അതായത് എനിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറെ സമാധാനമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതോ അങ്ങനെ ഞാൻ ചെയ്തല്ലോ, എന്ത് കഷ്ടമായി, അന്ന് അവരിനോട് ഇത് ചെയ്തല്ലോ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണോ, അതോ നല്ല നല്ല കാര്യങ്ങളാണോ? നിങ്ങൾക്ക് മനസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെ സമാധാനമാണോ ഉള്ളത്, അതോ അസ്വസ്ഥതയാണോ ഉള്ളത്, എന്താണുള്ളത്? നോക്കി നോക്കിയ എന്താണുള്ളത്? ചോദിക്കാം. 50% ഇപ്പോ ഒരു 3 കണക്കെടുക്കും. ഓപ്ഷൻ 1 നല്ല കുട്ടിയായിട്ട് ഏതാണ് കുട്ടി? വർത്താനം പറയുന്ന കുട്ടി. കുട്ടിയുടെ പേരെന്താ? ഇപ്പൊ ടെൻഷനെ കുറിച്ച് ആലോചിക്കും. നമുക്ക് ശരിയാക്കണമല്ലോ, ആലോചന വന്നിട്ടില്ലേ? അതായത് ഓപ്ഷൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഭയങ്കര കൂടുതൽ, അതായത് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ നോക്കുമ്പോൾ തന്നെ പഠിച്ചോളി, എന്താണ് ഈ ജീവിതം അറിയുന്നത്. ഓക്കെ, അത് കൂടുതൽ ടെൻഷൻ കൂടുതൽ, പോസിറ്റീവ് കുറച്ച്. അത് ഓപ്ഷൻ 1. രണ്ടാമത്തത് പോസിറ്റീവ് കുറേ നല്ല കാര്യങ്ങൾ, കുറച്ച് വിഷമങ്ങൾ എവിടെയൊക്കെയും മനസ്സിലാക്കണം. അത് രണ്ടാമത്, മനസ്സിലായ? മൂന്നാമത് ടെൻഷൻ പകുതി, വിഷമം പകുതി. ഇത് രണ്ടും ഒരു ഏവറേജ് ലെവലിൽ. നിങ്ങൾ ഏതിലാണ്? ഒന്നിലുള്ളവരാരൊക്കെയാണ്? അതായത് ടെൻഷനാണ് കൂടുതൽ എന്ന് ആലോചിക്കുമ്പോൾ ടെൻഷൻ ഒന്നിലുള്ളവരാരല്ലേ? ആരുമില്ല. മാർക്കൊന്നും കിട്ടില്ലാത്തതിന് നമ്മൾ പ്രശ്നം കണ്ടാലാണ് പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കുട്ടികളെ പോലെ ഇരിക്കാന്ന് പറയുന്നത് അവരെ ഞാൻ നോക്കിയപ്പോൾ തോന്നുന്നു, അങ്ങനത്തെ ഒരു കാര്യം വേണ്ട, മനസ്സിലാവില്ല. ഓക്കെ, ടെൻഷനാണ് കൂടുതൽ ഉള്ളതെന്ന് മനസ്സിലാക്കി ഒരു കൈ നോക്കിയാൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ടെൻഷൻ കുറച്ചുള്ള കുറേ സന്തോഷങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു കൈ നോക്കിയാൽ. ഓക്കെ, ഇനി 50-50, അതുകൊണ്ട് ഇതുകൊണ്ട് ഒപ്പാണ്. ഓക്കെ, ഇനി നമ്മുടെ മനസ്സിൽ നമുക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ആർക്കൊക്കെ വീതിച്ചു കൊടുക്കാം? ആർക്കെങ്കിലും ഇപ്പൊ കൊടുക്കും? 10 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? 10 സെന്റ് സ്ഥലം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ആ സ്ഥലം എന്താ ചെയ്യാം? ആ സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യാം? കൃഷി ചെയ്യാം, വീട് കൊടുക്കും, എന്താണ് ചെയ്യുക? വീട് കൊടുക്കും, ഇല്ലേ? വെക്കൂലേ? ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ മനസ്സ്. അവിടെയാണല്ലോ വീട് വെക്കേണ്ടത്. വീടോ ഇനി എന്താണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അവിടെയാണ് വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ മനസ്സിലേക്ക് ഒന്ന് നോക്കി, അപ്പുറത്തെ വീട്ടിന്റെ വേസ്റ്റ്, ഇപ്പുറത്തെ വീട്ടിന്റെ വേസ്റ്റ്, പല പല വേസ്റ്റുകളും നിറഞ്ഞ് നമ്മുടെ പറമ്പ് തന്നെ പറമ്പെല്ലാണ്ടായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റുണ്ടോ? പറ്റുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്താ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ആയിക്കോട്ടെ. ഇല്ലേ, നമുക്കൊക്കെ ഇല്ലേ കുറച്ചൊക്കെ അത് ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഓർമ്മകൾ. ഇതൊന്നും ആരോട് ദേഷ്യമൊന്നും അല്ലാട്ടോ പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് പോകുന്നില്ല, അവിടെ കിടക്കുകയാണ്.